കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ വെറുതെ അല്ലല്ലോ, ചക്കച്ചുള പോലെ കാശ് എണ്ണി തന്നിട്ടില്ലേ. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ. തനിക്ക് ഈരത് അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്, അതൊന്ന് നിയന്ത്രിക്കുന്ന കൊള്ളാം. ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഞാനൊരു മര്യാദക്കാരനാ, പക്ഷേ ചിലപ്പോ എനിക്ക് രക്തത്തിളപ്പുണ്ടാവും, പിന്നെ മോക്കം അടച്ചാ തല്ല്. അല്ല സാറിന് തല്ലൂന്നല്ല, എന്നാലും രക്തം തിളച്ചാ തല്ലി പോവും. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചു. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും, എന്നാലും എനിക്ക് പറയാതിരിക്കാനാവില്ല. നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. എടോ തന്നെ വിളിച്ചോ ഞാൻ. എവിടുന്ന് കിട്ടിയടോ തനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ? ശരി ശരി ശരി, മിണ്ടിപ്പോയത് തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് പല്ലിയങ്ങളെ. ആ കാരണം അയാൾ എന്നെ പഠിപ്പിച്ചെന്ന വേർഡാണ് കാര്യം കാണാൻ കഴുതക്കാലും പിടിപ്പിക്കണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? 7 വർഷങ്ങൾക്ക് മുമ്പ് വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് മാറുവാടിയെ തല്ലിച്ചതച്ച് ഇടയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ, കലികാല ഇപ്പൊ. എന്തിനാണോ ഭൂമി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. രാഘവേട്ട LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് തിരിഞ്ഞിന്ന് 4 വർത്താനം നിനക്കും പറയാറുന്നില്ലേ? ബാക്കിയുള്ള വിലയും കളഞ്ഞു. ആ റേഷൻ കടയിലെ ചീഞ്ഞരിയുടെ വിലയല്ലേ? എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.